അടൂരിൽ LDFന്റെ തോൽവി KPMSന്റെ ചുമരിൽ വെക്കാൻ നോക്കണ്ടെന്നും അപകീർത്തിപ്പെടുത്തൽ തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് KPMS അടൂർ താലൂക്ക് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കേരളം മുഴുവൻ തോറ്റിട്ടും തോൽവി ഭാരം KPMSന്റെ പേരിലാക്കി തടിയൂരാനുള്ള ശ്രമമാണ് അടൂരിലെ CPM ഏരിയ കമ്മിറ്റിയിൽ കണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. അടൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ KPMS നേതൃത്വത്തിനെതിരെയാണ് CPI ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. സാമ്പത്തിക ചൊല്ലിയുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ വേണ്ടി അടൂരിലെ KPMS നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. KPMSന്റെ അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പരാജയത്തെ തുടർന്നുണ്ടായിട്ടുള്ള നമ്മുടെ അവരുടെ മേഖലാ കമ്മിറ്റിയിൽ ഇങ്ങനെ അവിടെ മേഖലാ തെരഞ്ഞെടുപ്പിൽ വെച്ചുള്ള യോഗത്തിൽ CPMകാരെ പരാമർശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വോട്ടുകളും KPMSകാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് KPMS ആണെന്ന് അറിയത്തില്ല. കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള KPMSകാർ ഒരുപാടുണ്ട്. അടൂർ താലൂക്കിൽ തന്നെ വേണ്ട ഒരുപാട് KPMSകാരുണ്ട്. അപ്പം അവർ ഈ പൈസ മേടിച്ചു എന്ന് പറയുന്ന KPMSകാർ ഏതാണെന്ന് വ്യക്തമായിട്ട് പറയണം, അല്ലെ ആരാണെന്ന് പറയണം, ഞങ്ങൾ ആരാണെന്ന് പറയണം. അപ്പൊ ഇതേപോലുള്ള കേസുകൾ വരുമ്പോൾ അവർ തുറന്നു പറയട്ടെ, ഇവര് പറയട്ടെ ഇന്ന ആൾക്കാരാണ് പൈസ മേടിച്ചോന്നുള്ള തുറന്നു പറയട്ടെ. അതാണ് ആണത്വം. അവരുടെ തോൽവിയുടെ ഉത്തരവാദിത്തം KPMSന്റെ KPMSന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാമെന്നുള്ള വ്യാജ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPMSന് വ്യക്തമായ നിലപാടുണ്ട്. പണം കൊടുത്തു, KPMSന് പണം കൊടുത്തു, അവർ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞതിനകത്ത് തന്നെ ലജ്ജയില്ല അവർക്ക്. കാരണം ഇത്രയും ആദർശശക്തിയുള്ള KPMSും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കേണ്ട ഒരു ഗതികേട് ഈ പാർട്ടിക്ക് എന്നു മുതലാണ് ഉണ്ടായിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.